ഈ ഒരു സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിനേക്കാൾ മുമ്പുള്ള തലമുറയിൽ ജീവിച്ചവരെന്ന നിലക്ക് അവർക്ക് പറയാനുണ്ടാകും, ഇത്രാമത്തെ വയസ്സിൽ പണിക്കിറങ്ങി എന്ന്. പാടത്തിറങ്ങിയതും കന്നുകൂട്ടിനിറങ്ങിയതും കൃഷിക്കിറങ്ങിയതുമൊക്കെ ഇത്ര വരെ സ്കൂളിൽ പോയി, പിന്നെ സ്കൂൾ നിർത്തി, സ്കൂളിൻ്റെ വരാന്ത കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളെ നമുക്ക് ഈ ഒരു സദസ്സിൽ കാണാൻ പറ്റും. ഇന്ന് കാലം നേരെ തിരിച്ചാണ്. പണിക്കൊക്കെ പോകണമെങ്കിൽ 10-25 വയസ്സ് ഒക്കെ ആവണം, പഠിച്ച്. അതൊക്കെ മുൻ തലമുറ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടാണ്. ജീവിതത്തിൽ എത്രയോ സമയം ഉപജീവനത്തിനു വേണ്ടി കഠിന പരിശ്രമത്തിലാണ്. ചില ആളുകൾ പ്രവാസികളായിരിക്കും. ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും പ്രവാസത്തിലാണ്. ശരിക്കയാൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ ഒരുപക്ഷെ അയാളുടെ പാസ്പോർട്ട് പറയും ഭാര്യയുടെ മക്കളുടെ കൂടെ ജീവിച്ച ദിവസങ്ങൾ. എന്നാലും അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ജീവിച്ച് പോകണ്ടേ. എല്ലാവരോട് ചോദിച്ചാലും അതാണ് പറയാം. ഇന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു 50 വയസ്സുകൾ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ സന്ദേശം ലഭിച്ചു. അയാളുടെ മഈശത്തുമായി ബന്ധപ്പെട്ട് അയാളുടെ സങ്കടമാണ് യഥാർത്ഥത്തിൽ ആ വോയിസിൻ്റെ ചുരുക്കം. അയാൾ ചെയ്യുന്ന ജോലിക്ക് പറഞ്ഞതിനേക്കാൾ അധികം ജോലി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ജീവിക്കണ്ടേ എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ജീവിക്കാൻ വേണ്ടി ഓടുകയാണ് മനുഷ്യൻ, നെട്ടോട്ടം ഓടുകയാണ്. നമ്മൾ സാധാരണ പറയും ടൗണിലെ ഓട്ടോറിക്ഷയെ പേടിക്കണമെന്ന്. എന്തിനാണ് ഇപ്പം അങ്ങനെ പെട്ടെന്നെടുത്തിരിക്കണ ഒരാളെ കാണുമ്പോൾ? അയാളെ മനസ്സിലെന്താ? പോകുന്ന ഓരോരുത്തരും പോകുമ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കണത് ഇതെനിക്കുള്ള ട്രിപ്പായെങ്കിൽ എന്നാണ്. വെറുതെ ഒന്ന് തലയിൽ ചൊറിഞ്ഞാലും അയാൾ തിരിക്കാൻ ശ്രമിക്കും, എനിക്കുള്ള ഉപജീവനമാകുമല്ലോ ഇതൊന്നു പ്രതീക്ഷിച്ച്. എന്നും കിടക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കാറുള്ളത്? ഓരോരുത്തരും ആലോചിക്കുന്നത് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പരലോകത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുറങ്ങിയ ദിനങ്ങൾ എത്രയുണ്ട്. അതിലപ്പുറം നമ്മുടെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടാനും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമല്ലേ എല്ലാ ദിവസവും ഉറങ്ങിയപ്പോൾ നമ്മൾ ചിന്തിച്ചത്? അതൊക്കെ എന്തിനായിരുന്നു? ഈ ഉപജീവനത്തിനു വേണ്ടിയായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും. റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. റിസ്ക് കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ റിസ്ക് കിട്ടും. ആ റിസ്ക് കിട്ടിയാൽ പോരാ, അതിലൊരു വിശാലത, ഒരു സമാധാനം, സ്വസ്ഥത, റാഹത്ത് അനുഭവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും റിസ്ക് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും റിസ്ക് അല്ലാഹു തആല ഏറ്റെടുത്തു. അവ താമസിക്കുന്ന സ്ഥലം അല്ലാഹ്ക്കറിയാം. അവ കൊണ്ടുപോയി വെക്കുന്ന ഭക്ഷണങ്ങൾ എവിടെയാണ് പൂഴ്ത്തി വെക്കുന്നത് എന്ന് അല്ലാഹുവിനറിയാം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ടേബിളിൽ ചാടിയ പഞ്ചാര മണി എടുത്ത് ഒരു ഉറുമ്പ് പോവുന്നുണ്ട്. നമ്മൾ ആരും ആ ഉറുമ്പിൻ്റെ പിന്നാലെ പോകണില്ല. ആ ഉറുമ്പ് ഏതോ ഒരു മാളത്തിൽ നമ്മളെ വീടിലെ ടൈലിൻ്റെ ഉള്ളിൽ എവിടെയോ അത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് എവിടെയോ താമസിക്കുന്നുണ്ട്. അതാർക്കറിയാം? അല്ലാഹുവിനറിയാം. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹ് യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. സ്വന്തം ഉപജീവനത്തിൻ്റെ ചുമതല ഏൽക്കാത്ത എത്രയോ ജീവികളുണ്ട്. അവയുടെയൊക്കെ ഉപജീവനത്തിൻ്റെ കാര്യം അല്ലാഹു ഏൽക്കുന്നു. പക്ഷെ നമ്മുടെ ഉപജീവനം ചെയ്യണം? നമ്മൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഉപജീവനത്തിൽ ഓരോരുത്തർക്കും ഓരോ അളവാണ്. ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഒരേ അളവല്ല.
ഇനി ഒരാൾക്ക് രണ്ടാളുകൾക്ക് ഒരേ വരവ് കിട്ടിയാലും ചെലവ് ഒരേപോലെയല്ല. അതുകൊണ്ടാണ് ഒരേ സ്ഥാപനത്തിൽ ഒരേ സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പ്രതിസന്ധി കുറവാണ്. അതെന്താ? അവിടെയാണ് റിസ്ഖിലെ വിശാലത എന്ന് പറയുന്നത്. കിട്ടുന്നത് ഒന്നാണ്, പക്ഷെ തികയുന്നില്ല, മതിയാകുന്നില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫിത്വലബി, ഉപജീവനം അന്വേഷിക്കുന്ന നിങ്ങൾ നല്ലവണ്ണം ഭംഗിയാക്കണം, വൃത്തിയായി നിങ്ങൾ ഉപജീവനം തേടണം, നല്ലവണ്ണം അധ്വാനിക്കണം എന്ന് പറഞ്ഞു. കാരണം ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇൻ അബ്തഅ, ഒരാൾക്ക് അല്ലാഹു തആല കണക്കാക്കിയ റിസ്ക് അയാൾ വേണ്ടെന്ന് വച്ചാലും അയാൾക്ക് കിട്ടും. അയാൾ പറയണം എനിക്ക് വേണ്ട, ഞാനത് കുടിക്കൂല കഴിക്കൂല എന്ന് പറഞ്ഞാൽ അയാളത് കഴിച്ചും കുടിച്ചേ വിടുന്നതേ ഉള്ളൂ, പോകുള്ളൂ. ഇനി ഒരാൾ പറയും എനിക്ക് ഇത്രയൊക്കെ വേണമെന്ന്, അള്ളാഹു വിചാരിച്ചാലേ അത് അയാൾക്ക് കിട്ടുള്ളൂ. അതാണ് ചില മരിക്കുന്ന ആളുകളൊക്കെ പറ്റി നമ്മൾ എന്താ പറയാ, ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അത് കുടിക്കാതെ ഫുള്ളങ്ങോട്ട് ഛർദ്ദിച്ചു, ആ വെള്ളം അയാൾക്ക് അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ പറ്റി പറയും, രാത്രി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം വയറ് നിറയെ അടിച്ചിട്ട് രാവിലെ വിളിച്ചപ്പോൾ എണീക്കണില്ല, അതായിരുന്നു അയാളുടെ അവസാനത്തെ റിസ്ക് എന്നുള്ളത്. ചില ആളുകൾ മരിച്ചാൽ വീട്ടിലുള്ള ആളുകൾ സങ്കടം പറയും, എന്നോട് ഇന്നത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ അറിഞ്ഞിട്ട് പൊരിഞ്ഞ കരച്ച്. അള്ളാഹു അയാൾക്ക് തിന്നാൻ തീരുമാനിച്ചിട്ടില്ല. അത് അള്ളാഹു അങ്ങനെ തീരുമാനിച്ചാൽ വേണ്ടെന്ന് വിചാരിച്ചാലും അത് അയാൾക്ക് ലഭിക്കുമെന്നാണ്. ആ ലഭിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളിൽ ഒരാൾ മലയിൽ പോകുന്നു, അയാൾ വിറക് വെട്ടി അയാളുടെ ചുമലിൽ തന്നെ അത് വഹിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്നു. അതാണ് ഒരാളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, അധ്വാനിക്കലാണ് ഏറ്റവും നല്ലത് എന്ന്. ആ അധ്വാനിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്, എല്ലാ ആധിപത്യങ്ങളുമുണ്ട്, അധികാരങ്ങളുമൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം അധ്വാനിച്ച് ജീവിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപജീവനമാണ്, ഭക്ഷണമാണ് ഏറ്റവും നല്ലത് എന്ന്. അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുകയായിരുന്നു. മറ്റൊരാളോട് ചോദിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നർത്ഥം. ഒരാൾ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൻ്റെ ഉപജീവനത്തിൽ മറ്റൊരാളോട് ചോദിക്കുന്നതിനെ ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ യദുൽ ഉൽയ ഖൈറും മിൻ യദിസ് സുഫ്ല. വാങ്ങുന്ന കൈയിനേക്കാൾ എപ്പോഴും നല്ലത് കൊടുക്കുന്ന കൈയാണ്. വാങ്ങാതിരിക്കലാണ് ഏതു സമയത്തും നല്ലത്. ഒരാൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നോക്കുങ്ങളെ, ചോദിക്കുന്ന ആളുകൾ ജീവിതകാലം എന്നും ചോദിക്കായിരിക്കും ഉണ്ടാവുക, അവർ മരിക്കോളം ചോദിക്കും. എന്നാൽ ചോദിക്കാത്ത ആളുകൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. ഇന്നൽ മസ്അല കദ്ദു യഖുദ്ദു ബിഹ അർ-റജുലു വജ്ഹു ഇല്ലാ അൻ യസ്അല അർ-റജുലു സുൽത്താനൻ ഔ ഫീ അംരി ലാ ബുദ്ദ മിൻഹു. ഒരാള് യാചന വലിയ പരിക്കാണ് ഉണ്ടാക്കുക, മുഖത്തിന് പരിക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനത്തിന് പരിക്കുണ്ടാകും, അതല്ലെങ്കിൽ പരലോകത്ത് അയാളുടെ മുഖത്തിന് പരിക്കുണ്ടാകും. അയാൾക്ക് അനിവാര്യമാണ് ചോദിക്കേണ്ട ഘട്ടം വരുമ്പോൾ മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞു. അതും ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം? ഭരണാധികാരിയോടോ ആ തലത്തിലുള്ള ആളുകളോടോ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ലെന്ന് കൂടി പഠിപ്പിച്ചു. എന്താണ് ബറക്കത്ത്? കുറെ ഉണ്ടാവലല്ല ബറക്കത്ത്, ഉള്ളതിലെ വിശാലതയാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഹ്ലിഫു ഫിൽ മസ്അല ഫവല്ലാഹി ലാ യസ്അലുനി അഹദും മിൻകും ഷൈആ ഫതുഖ്രിജു ലഹു മസ്അലതഹു മിന്നി ഷൈഅൻ വഅന ലഹു കാരിൻ ഫലൻ യുബാരിക ലഹു ഫീമാ അഅതൈതുഹു. നിങ്ങളിൽ ഒരാളോടും നിർബന്ധിച്ച് ധർമ്മം ചോദിക്കരുത്, തെരി അങ്ങനെ ചോദിക്കരുത്. അള്ളയാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചു, അള്ളാഹുവാണ് സത്യം, എന്നോട് ആരെങ്കിലും ചോദിച്ചു, ഞാൻ ഇഷ്ടമല്ലാതെ അയാൾക്ക് കൊടുക്കും ചെയ്തു, കൊടുത്തു, പക്ഷെ ഇഷ്ടമല്ലാതെ കൊടുത്തതെന്നുണ്ടെങ്കിൽ അയാൾക്കതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു എന്നർത്ഥം.
അതുകൊണ്ട് ചോദിക്കണ്ട. നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ത് ചെയ്യും? നമുക്ക് തന്നെ കിട്ടും. നമ്മൾ വേണമെന്ന് വെച്ചാലും കിട്ടും, വേണ്ടെന്ന് വെച്ചാലും നമുക്ക് നിശ്ചയിച്ചത് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലൗ അന്ന ഇബ്ന ആദമ ഹറബും മിൻ റിസ്ഖിഹി കമാ യഹ്റുബു മിനൽ മൗതി ലഅദ്റകഹു റിസ്ഖഹു കമാ യുദ്രികുൽ മൗത്. ഈ ഹദീസ് ശരിക്കും നമ്മൾ മനസ്സിൽ കയറ്റിയാൽ ഇന്നത്തെ സംസാരത്തിന്റെ എല്ലാം അല്ലേ? ലൗ അന്ന ഇബ്ന ആദമ ഹറബ മിൻ റിസ്ഖിഹി കമാ യഹ്റുബു മിനൽ മൗതി. ഒരു മനുഷ്യൻ അവന്റെ റിസ്ഖിൽ നിന്ന് ഓടി അകലുന്നു, ഏതുപോലെ മരണത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ. മരണം അയാളെ പിടികൂടുന്നത് പോലെ അയാളെ റിസ്ക് അയാൾക്ക് കിട്ടുന്ന. ചില ആളുകൾ പറയും, എനിക്ക് ആ പണിയൊക്കെ ഒരു ബുദ്ധിയിലായിരുന്നു, ചില സാഹചര്യം എങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണി കിട്ടും. തീരുമാനിച്ച നമ്മൾ വേണമെന്ന് വിചാരിക്കുന്നത് അതെന്നെ കിട്ടും. വേണമെന്ന് തീരുമാനിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് പോലെ നമുക്കത് കിട്ടും. ഈ അക്ഷയ മക്കളോട് പറഞ്ഞാൽ അബ്ബാബ് ഏത് പറഞ്ഞു, ആറ് ഓടിയാകണ്ട, നിങ്ങൾക്ക് തീരുമാനിച്ചത് അള്ളാഹു. കാരണം അള്ളാഹുവിന്റെ പേരെന്താ? അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്നതൊക്കെ അള്ളാഹുവിന്റെ പേരാണ്. ആ റസ്സാഖായ റാസിഖായ റബ്ബ് നമുക്ക് കണക്കാക്കിയത് നമ്മളെല്ലാവരും ശരിക്കും ദരിദ്രരാണ്. ഉടമ ആരേ ഉള്ളൂ. അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു വരുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇത് കുറച്ച് പാപങ്ങൾക്ക് പാടിയല്ല, ഇത് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ അടക്കമുള്ള ചില കാര്യങ്ങളാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഉടമ ആരാണ്? അത് അള്ളയാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അവിടെ മനുഷ്യന്മാരെ വിളിച്ചാ പറഞ്ഞത്, വിശ്വാസികളെ വിളിച്ചു എന്നല്ല പറഞ്ഞത്, സകല മനുഷ്യന്മാരും. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങൾ ആരാണ്? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളയാണെങ്കിലോ നിങ്ങളേക്ക് ആവശ്യക്കാരനും അല്ല. അള്ളാഹു അവനുള്ളവനാണ്, അവൻ ഗനിയ്യുൻ ഹമീദാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രാരാബ്ദം, നമ്മുടെ ദാരിദ്ര്യം പറയാൻ നമുക്ക് ഏറ്റവും നല്ലത് ആരോടാ? അള്ളാഹിനോട്. അതിനർത്ഥം വേറൊരാളോട് പറയേണ്ടതാണോ? അല്ല. എങ്കിലും പറയുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പറയുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവുന്നിടത്തേ പറയാവൂ. പൊതുവെ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ അറിയോ? അവർക്ക് ഇല്ലായ്മയെ പറയാൻ പഠിക്കുള്ളൂ. മനുഷ്യന്മാരുടെ ക്യാരക്ടറാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞേ? നിനക്ക് റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകളെ പറ്റി നീ പറയണം. നമ്മളെന്താ പറയാ? നിഅമത്ത് ഞാനടക്കം നമ്മൾ എന്താ പറയാ? നിഅമത്താണോ പറയാ, ഇല്ലായ്മയാണോ പറയാ? ഇല്ലായ്മയെ പറഞ്ഞ മനുഷ്യന്മാർ പഠിക്കുള്ളൂ അല്ലേ? അതിപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വേദന, ബാക്കിയുള്ളടത്തൊന്നും പ്രശ്നമല്ല. ഇത്രയും കാലം പക്ഷേ ഇപ്പൊ ഒരു മുട്ടുവേദന അല്ലേ? മിനിഞ്ഞാന്നൊരാളെ പള്ളിയിൽ നിന്ന് കണ്ടു, അയാൾക്കൊരു 80 ചില്ലാനം വയസ്സായിരുന്നു. അയാൾ പറഞ്ഞു മുട്ടൊക്കെ മടങ്ങാതെ അയക്കണേ. അപ്പൊ ഞാൻ മൂപ്പരോട്, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളെ പകുതിൻ്റെ അത്രയും കൂടി വയസ്സില്ലാതെ എനിക്കിപ്പം മടങ്ങണില്ല, നിങ്ങൾക്ക് ഇപ്പോഴല്ല മടങ്ങാതെ ആവണുള്ളൂ. എന്നാലും മനുഷ്യന്മാരെന്തേ പറയുള്ളൂ? ഇതേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ളത് നിഅമത്തുകളെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ നസലത ബിഹി ഫാഖ ഫഅൻസല ബിന്നാസി ലം തുസദ്ദ ഫാഖതഹു വമൻ നസലത ബിഹി ഫാഖ. ഒരാളെ ഒരു വസ്തു നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചു, അത് അയാളോട് എന്താ ചെയ്യണ്ട? ജനങ്ങളോട് പറയണ്ട. പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അയാൾക്കത് ഒരു പരിഹാരമാവൂല. ജനങ്ങൾ എത്ര കൊടുത്താലും മതിയാവൂല അല്ലേ? കൊടുക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുക? എത്രയായി നോക്കണ്, എത്രയായി കൊടുക്കണ് എന്നാണ്. പക്ഷെ കിട്ടുന്ന ആളുകൾക്കോ എത്ര കിട്ടിയാലും മതിയാകൂല. വമൻ നസലത് ബിഹി ഫാഖത്തുൻ ഫഅൻസലാ ബിഹല്ലാഹ് ഫയൂശികുല്ലാഹു ലഹു ബിരിസ്ഖി ആജിലിൻ ഔ ആജിൽ. അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഉടനെയോ അല്ലെങ്കിൽ പിന്നീട് ഒരു പരിഹാരം എന്ത് ചെയ്യും? അള്ളാഹ് ഉണ്ടാക്കി തരും. ഇനി ചുരുങ്ങിയത് ആ പ്രാർത്ഥനയ്ക്കെങ്കിലും പരിഹാരം കിട്ടും, പ്രാർത്ഥനയ്ക്കെങ്കിലും പ്രതിഫലം കിട്ടുമല്ലോ. ആ നിലയ്ക്ക് അള്ളാഹുവിനോട് പറയുക എന്നതാണ്. പരമാവധി ആരോട് പറയാതിരിക്കുക? മറ്റുള്ളവരോട് പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ ആവശ്യത്തിന് പറയാതിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പറയുക. ആ അള്ളാഹുവിനോട് പറഞ്ഞ പരിഹാരം ഉണ്ടാവുന്നതാണ്. അള്ളാഹ് എല്ലാത്തിനോട് പറഞ്ഞാലോ ഉണ്ടാവില്ല. ചില ആളുകൾ കടലിൽ അതെറിയും, മറ്റേതെറിയും, അവിടേക്ക് എന്തിന്? കുറെ ഉണ്ടാവാൻ വേണ്ടി. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെ. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്
ലാ യംലികൂന ലക്കും റിസ്ഖൻ വബ്തഉ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ലാ യംലികൂന ലക്കും റിസ്ഖാ നിങ്ങൾക്കുള്ള ഉപജീവനം അവർ ഉടമപ്പെടുത്തുന്നതല്ല. അവർക്കൊന്നും തരാൻ പറ്റൂല. നിങ്ങൾ ആരോടാ പിന്നെ ചോദിക്കണ്ടേ? ഫബ്തഉ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു അല്ലാഹുവിന് നന്ദി കാണിക്കുക, അവനോട് റിസ്ക് എന്ത് ചെയ്യാ ചോദിക്കുക. അവിടേക്കും ഇവിടേക്കൊന്നും എറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹുവിനോട് എന്ത് ചെയ്തോളി? റിസ്ക് ചോദിക്കുക എന്നതാണ്. ആ റിസ്ക് ചോദിക്കുമ്പോൾ 2 രൂപമാണ് ആളുകളുണ്ടായി. എങ്ങനെയെങ്കിലും അല്ലേ, ചില ആൾക്കാർ പറയും എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെ ജീവിച്ചു പോകണ്ട്, പട്ടിണിയൊക്കെ ഇല്ലാതെ ഹലാലാണോ ഹറാമാണോ എന്നൊന്നും അറിയില്ല പറഞ്ഞിട്ട് ചില ആൾക്കാർ ജീവിക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ജീവിക്കണത് എങ്ങനെ ജീവിക്കണം? ഹലാലോട് കൂടി ജീവിക്കണം. അനർഹമായതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ റിസ്കിൽ വരാൻ പാടില്ല. ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൂഹി. റൂഹുൽ ഖുദ്സ് ആരാ? ജിബ്രീലാണ്. ജിബ്രീൽ എന്നെ റൂഹ് ഊതിയിട്ട് പറഞ്ഞു, അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹ വതസ്തൗഇബ റിസ്ഖഹ. ഒരാളെ ഉപജീവനം അല്ലാഹു പൂർത്തീകരിക്കാതെ അയാൾ ഇവിടുന്ന് മരിക്കൂല. അയാളുടെ അജൽ പൂർത്തിയാക്കാതെയും അയാൾ റിസ്ക് പൂർത്തിയാക്കാതെയും മരിക്കൂല. ഒരാൾ 4 ദിവസം മുമ്പ് മരിക്കൂല, 1 സെക്കൻഡ് മുമ്പ് മരിക്കൂല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മുന്നുക്കില്ല വേക്കുമില്ല, ആ സമയത്ത് മരിക്കും. റിസ്കിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിക്കും. ഞാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഒരു രോഗിനെ കണ്ടിരുന്നു. ആ രോഗിക്ക് പലർക്കും മൂക്കിലൂടെ ട്യൂബ് ഇടും അല്ലേ, അവർക്ക് കഴുത്തിലാണ് തുളച്ചിട്ട് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതങ്ങോട്ട് എത്തിക്കും എന്നർത്ഥം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചും ചെയ്ത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പം എങ്ങനെയാണ് നമുക്ക് എത്തേണ്ടത്? അത് ട്യൂബ് ഇട്ടിട്ടോ കുത്തി കീറിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് എന്ത് ചെയ്യും, എത്തിച്ചു തരും എന്നാണ്. ഫത്തഖുല്ലാഹ വജ്മിലൂ ഫിത്തൊലബി വലാ യഹ്മിലന്ന അഹദകും ഇസ്തിബ്താഉർ റിസ്ഖി അൻ യത്ലുബഹു ബിമഅസിയത്തില്ലാഹ്. ഹറാമായ രൂപത്തിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് തേടാൻ പാടില്ല. ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിത്വാഅതിഹി. അള്ളാഹുവിനെ അനുസരിക്കുന്നതല്ലാത്ത ഒരു ഉപജീവനവും ആർക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു പരിഗണിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഉപജീവനം ഹലാലായ കോലത്തിൽ തേടുക. അതിലെന്ത് ചെയ്യാൻ വേണം? അള്ളാഹു വിചാരിച്ചവർക്ക് തോനെ കൊടുക്കും, ചില ആൾക്കാർക്ക് അവൻ കണക്കാക്കി കൊടുക്കും. അവലൻ യഅലമു അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് ചില പാടുണ്ട്. എന്തില്? അള്ളാഹു ചില ആളുകൾക്ക് റിസ്ക് കുറെ കൊടുക്കുന്നതിലും ചില ആളുകൾക്ക് കണക്കാക്കി കൊടുക്കുന്നതിലും ചില പാഠങ്ങൾ ഉണ്ട് എന്നാണ്. ഇനി അങ്ങനെ കൊടുക്കുന്നത് ചില ആളുകൾ പറയും, നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ബലാലിനാണ് ബർക്കത്ത്. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു കുഞ്ഞ് ഒരാൾക്ക് കുറെ കൊടുത്തു എന്നാ അയാൾ നല്ല ആളാണെന്നോ, ഒരാൾക്ക് കൊടുത്തില്ല അയാൾ മോശമാണെന്നോ, അങ്ങനെയില്ല. നബി സ്വല്ലല്ലാഹു പറയാണ് വഅന്നഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി സവാഅൻ കാന സാലിഹൻ ഔ ത്വാലിഹ. നല്ല ആളാണെങ്കിലും മോശപ്പെട്ട ആളാണെങ്കിലും അള്ളാഹു ചില ആൾക്കാർക്ക് ഒന്നായിട്ട് കൊടുക്കും. നല്ല ആളാണെങ്കിലും മോശപ്പെട്ട ആണെങ്കിലും ചില ആൾക്കാർക്ക് അള്ളാഹു കണക്കാക്കി കൊടുക്കും. എന്തിനാ കണക്കാക്കി പിടിച്ചു കൊടുക്കണം? എന്തിനാ? എന്നിട്ട് അള്ളാഹ് ആയത്തിൽ പറഞ്ഞതാണ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. അതിൽ വിശ്വാസികൾക്ക് ചില പാഠമുണ്ട്, വിശ്വാസികൾക്ക് ചില പാഠം അതിലുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ അത് നല്ല ആളാണ് മോശപ്പെട്ട ആളാണെന്നൊന്നും എന്തില്ല, അതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ല. അള്ളാഹുവിനെ പറ്റി പറഞ്ഞോളി, എൻ്റെ റബ്ബ് എന്ത് ചെയ്യും? ചില ആൾക്കാർക്ക്, വിശ്വാസികൾ മോശപ്പെട്ടവരൊന്നൊന്നുമില്ല, നല്ലോല് ചീത്തോലൊന്നുമില്ല, ചില ആളുകൾക്ക് ഒന്നായിട്ട് കൊടുക്കും, ചില ആൾക്ക് കണക്കാക്കി കൊടുക്കും എന്നാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ദാരിദ്ര്യമാണെങ്കിലും കുറെ ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? അത് അള്ളാഹുൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ദാരിദ്ര്യത്തിലും വിഷമത്തിലും ക്ഷമ അവലംബിക്കണം. മറ്റൊരാളെ മുന്നിലേക്ക് പരമാവധി നമ്മുടെ പ്രതിസന്ധികൾ പറയാതിരിക്കുക എന്നതാണ്. ഇനി അള്ളാഹു തആല തന്നാലോ അതിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ആരപ്പോൾ ഓരി വെച്ചത്? നമ്മളാരെങ്കിലും തീരുമാനിക്കണം? അല്ല. ചില ആളുകൾ മരിച്ചാൽ ചോദിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ
ഒരേപോലെ ആക്കണേന് കുഴപ്പമുണ്ടോ? എന്നോട് ആരും വെച്ചാൽ പറയല്ലേ, അള്ള പറഞ്ഞില്ലാറെ തീരുമാനം ഇപ്പം നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ തീരുമാനിച്ചോളിന്നാ. അള്ള എന്താ പറഞ്ഞത്? ആണ് ഇത്ര, പെണ്ണിന് ഇത്രയാണ്. അപ്പൊ അള്ളാനേക്കാൾ വലിയൊരു അള്ള ആരാവാണ്? പ്രശ്നമല്ല, പറ്റൂല അല്ലേ? ഇതേപോലെയാണ്. ഇതിപ്പോ നമ്മൾ തീരുമാനിച്ചല്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ നിങ്ങളുടെ ഉപജീവനം ആര് കണക്കാക്കിയിരിക്കണേ? അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹു വീതം വെച്ചിട്ടുണ്ട്. ആ വീതം വെച്ചിന്നേ കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ. അതല്ലാത്തതൊന്നും കിട്ടില്ല. അതാണ് നമ്മൾ അല്ലാഹു ലാ മാനി അലി മാഅതൈത വലാ മുഅതി അലി മാ മനഅത എന്ന് പറയുന്നത്. എന്താ? പഠിച്ചു തന്ന് കിട്ടുള്ളൂ, തരാത്ത കിട്ടൂല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഉപജീവനത്തിൽ നമുക്ക് ഒരു വിശാലത വേണം. നമുക്ക് തിന്നുന്നതിൽ, നമ്മൾ ഭക്ഷിക്കുന്നതിലും കുടിക്കുന്നതിലും ഉടുക്കുന്നതിലൊക്കെ എന്താണ്? ജീവിതത്തിലൊരു വിശാലതയുണ്ടാവുക. അതിനു വേണ്ട ഒരു 15 കാര്യങ്ങൾ വേഗം ഞാൻ പറയാൻ ശ്രമിക്കാം, വേഗത്തിൽ പറയാൻ ശ്രമിക്കാം. അതിലൊന്ന് ഇസ്തിഗ്ഫാറും തൗബയാണ്. 15 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് 15 നല്ല ഇതിലേറെ പറഞ്ഞിട്ട് പണ്ഡിതന്മാരെ, ഞാൻ ചില കാര്യങ്ങൾ ഓടിച്ചു പറയാം. ഈ 15 നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇസ്തിഗ്ഫാറും തൗബയുമാണ്. ഒന്ന് ഇസ്തിഗ്ഫാറും. എന്താ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? ഇടയ്ക്കിടയ്ക്ക് കേൾക്കണ വാക്കാണല്ലോ അത്. ഇസ്തിഗ്ഫാറും തൗബയും നമുക്ക് എന്താ വെച്ചാൽ, ഒരു പീടിയിൽ പോയിട്ട് ഇതിൽ വരുന്ന ചായയൊക്കെ കുടിക്കാന്നാണ് നമ്മളെ നിലപാട് അല്ലേ? ഇസ്തിഗ്ഫാറും നമ്മൾക്ക് ഒന്ന് തന്നെ, തൗബയും നമ്മൾക്ക് ഒന്ന് തന്നെ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും നമ്മളിങ്ങനെ ഞാൻ അല്ലാഹു തൗബയുണ്ട്, അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ മഅനാഹ അർറുജൂഉ അനി ദൻബി വന്നദ്മി അലൈഹി, മുമ്പ് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഉള്ള സങ്കടവും അതിൽ നിന്നുള്ള മടക്കവും തുടർന്ന് നന്മ ചെയ്യലാണ് തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ത്വലബുൽ മഅഫിറ വഹിയ സിത്റു ദൻബി അലൽ അബ്ദി ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും പരലോകത്തും ചെയ്ത പാപം അല്ലാഹു മറച്ചു വെക്കാൻ ഉടനെ ചോദിക്കുക. വ്യത്യാസം ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഇപ്പം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? പഠിച്ചോനെ മാനം കെടുത്തല്ലേ ദുനിയാവിലും പരലോകത്തും എന്നാണ്. തൗബ എന്ന് പറഞ്ഞത് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞു പഠിച്ചോനോട്. അതേതാ പറഞ്ഞറിയാം? 10ാം ക്ലാസ്സിൽ ഞാൻ ചെയ്ത കാര്യം. 10ാം ക്ലാസ്സിൽ ഞാൻ ചെയ്ത കാര്യം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പഠിച്ചോനെ ഞാൻ ചെയ്ത് ഭയങ്കര അബദ്ധമായിട്ടോ, പുറത്ത് തന്നെ പഠിച്ചോനെ. അത് എനിക്ക് സങ്കടം ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്മ ചെയ്തു. പോന്നപ്പോൾ ഒരാൾക്കൊരു 10 റുപ്യ എടുത്തു. എന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ ഞാൻ ഈ 10 റുപ്യ എടുത്തില്ലേ, അന്ന് ഞാൻ ചെയ്തില്ലേ. ഇതാണ് തൗബ. കുറേ മുമ്പ് ഉണ്ടായാലും ഇപ്പോഴും സങ്കടം ഉണ്ടാവുക. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? ഇനി രണ്ടിനും പറയാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇത് രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനങ്ങളോട് പറഞ്ഞാൽ എന്താ പറയുക? സൂറത്ത് ഹൂദ്, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹൂദിന്റെ തുടക്കം അങ്ങനെയാണ്. അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമുൻ ഖബീർ. അലിഫ് ലാം റാ, ഈ വേദഗ്രന്ഥ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമുൻ ഖബീർ. ഹക്കീമോ ഖബീറുമായ അള്ളാഹുവിൽ നിന്നുള്ള ഖുർആനാണ് ആർക്ക് ഞാൻ പറഞ്ഞുതരാൻ പോണത്? മക്കക്കാരെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറുൻ വബശീർ. ഞാൻ അവനിൽ നിന്നുള്ള നരകത്തെക്കുറിച്ചുള്ള താക്കീതുകാരനും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ സംഭവിച്ചില്ലേ? വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. വനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ തേടിക്കോളി. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനോട് തൗബയും ചെയ്തോളി. യുമത്തിഉകും, മതാഅ എന്ന് പറഞ്ഞാൽ യുമത്തിഉകും, നിങ്ങൾക്ക് മതാഅ നൽകും, ജീവിത വിഭവങ്ങൾ നൽകും. ഏതുവരെ? മതാഅൻ ഹസന, എങ്ങനത്തെ മതാഅ തരും? നല്ല ഹസനായ, അടിപൊളിയായ. ഏതുവരെ? ഇലാ അജലിൻ മുസമ്മാ, ഒരവധി വരെ. ഏതാണ് അവധി? മരിച്ചോളോ? മരിച്ചാലോ പിന്നെ സ്വർഗത്തിൽ, പിന്നെന്താ പേടിച്ചോ? മരിച്ചോളം തിന്നാനല്ല ഇപ്പൊ ആയിണത്. മരിക്കോളം എങ്ങനെയും എന്താ നമ്മൾ പറയാ? മരിച്ചോളം എങ്ങനെയും ജീവിക്കണ്ടേ, അതിനു വേണ്ടി മരിച്ച് പണിയെടുക്കണേ നമ്മൾ. അത് തരുമെന്ന് അല്ലാഹ് പറഞ്ഞു. എന്തു മതി? ഇസ്തിഗ്ഫാറും തൗബയും മതി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലെങ്കിലോ? ഫഇൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. ഞാൻ പറയണ നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ നിങ്ങളൊരു അദാബും കബീർ നിങ്ങൾ എന്ത് ചെയ്തോളി? പേടിച്ചോളി എന്ന് പറഞ്ഞു. ഇമാം ഹസനുൽ ബസ്രീന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, മഴയൊന്നും പെയ്യണില്ല. അപ്പോൾ ഹസനുൽ ബസ്രി അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോളി? അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചോളി എന്ന് പറഞ്ഞു.
അതേ സദസ്സക്ക് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു റജുലുൻ യഷ്കുൽ ഫഖർ, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ് എന്ന് പറഞ്ഞു. ആ സമയത്തും ഹസൻ അൽ ബസ്രി പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് പറഞ്ഞു യുരീദു ദുരിയ, കുട്ടികളൊന്നും ഉണ്ടാവില്ല, കുറേ കാലം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു. അയാളോട് പറഞ്ഞു ഹസൻ അൽ ബസ്രി പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളീന്ന്. ഇത് കേട്ട് സദസ്സിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു അജമല്ലക യാ അബാ സഈദ്, ഇതെന്തൊരു അത്ഭുതം, ഒരാൾ വന്ന് കുട്ടിയില്ലായിരുന്നു, ഒരാൾ വന്ന് മയല്ലായിരുന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞെന്ത് ദാരിദ്ര്യാണ്, എല്ലാരോടും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാനാണ് പറഞ്ഞത്, ഇതിപ്പോ എന്താ കഥ, ഇത് നമ്മൾ കാര്യത്ത് പറഞ്ഞാണോ എന്നുള്ള ആ ചോദ്യം. ആ നേരത്ത് അദ്ദേഹം പറഞ്ഞു ഹാദാഹുൽ ഇലാജ്, ഇത് ചികിത്സയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കണത് എന്താ, സൂറത്ത് നൂഹിലെ ആയത്താണ്, നമുക്കറിയുന്ന ആയത്ത്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ. നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. എന്നിട്ട് ഹസൻ അൽ ബസ്രി ഈ ആയത്താണ് ഓതി കൊടുത്തത്. എന്താ ആയത്തിന്റെ ആശയം? യുർസിലിസ് സമാഅ അലൈക്കും ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു ഇസ്തിഗ്ഫാർ ചെയ്തോളി. നൂഹ് നബി അവരെ ആൾക്കാർ പറഞ്ഞു അവനെ ഒഫാറാണ്, പാപങ്ങൾക്ക് പുറത്തുതരും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങളുടെ സമ്പത്തിലും കൃഷിയിലും നിങ്ങളുടെ മക്കളൊക്കെ അവൻ അവർക്ക് കൂടുതൽ തരും. ഇതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. ഇത് അദ്ദേഹം എന്നിട്ട് പറയാണ് ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്തോളി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളി. വഅക്സിറൂ മിൻഹു ഫീ ബുയൂതികും വഅലാ മവായിദികും വഫീ തുറുകികും വഫീ അസ്വാഖികും ഫഇന്നകും മാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ. നിങ്ങൾ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. അങ്ങാടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും നിങ്ങളെ ജോലി സ്ഥലത്താണ് എല്ലായിടത്തും എപ്പോഴാണ് മഗ്ഫിറത്ത് ഇറങ്ങാന്നറിയില്ല.